ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗ് ഫ്രീ എഡ്യൂക്കേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗ് ഫ്രീ എഡ്യൂക്കേഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കെമിസ്ട്രി ക്ലാസ് 11 സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി ആണ് നമ്മൾ പഠിച്ചത്. അതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ആയി. ഇമ്പോർട്ടൻസ് ഓഫ് കെമിസ്ട്രിയുടെ ഒരു ചെറിയ പോർഷൻ നമുക്ക് ഇന്ന് അതിൻ്റെ ബാക്കിയുള്ള കണ്ടിന്യൂഷൻ നമുക്കൊന്ന് നോക്കാം. പ്ലീസ് കം ടു ദാറ്റ്. നമുക്ക് ഇന്നെടുക്കുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കുറേ സെമി കണ്ടക്ടിങ് ഡിവൈസസ് യൂസ് ചെയ്യുന്നു. നമ്മുടെ ബോഡി കെമിസ്ട്രി ആണ്, നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം കെമിക്കൽ എലമെൻറ്റ്സ് ഉള്ളതാണ്. കുറേ കാര്യങ്ങൾ നമ്മൾ കെമിസ്ട്രിയുടെ പഠിച്ചു. ഇനി നമുക്ക് ഇന്ന് നോക്കേണ്ടത് ഇതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ ബ്ലഡിനെ പറ്റി ഒന്ന് നോക്കാം. നമ്മുടെ ബ്ലഡിൽ ഏതാണ് മെയിനായിട്ടുള്ളൊരു കെമിക്കൽ കണ്ടൻറ്റ് ഉള്ളത്? ദാറ്റ് ഈസ് അയേൺ ആണ്. Fe, അയേൺ ആണ് നമ്മളുടെ ബ്ലഡിലുള്ള മെയിൻ കണ്ടൻറ്റ്. ഇറ്റ് ഈസ് ഓൾസോ എ കെമിക്കൽ. പിന്നീട് നമുക്ക് എന്ത് കാണാൻ പറ്റും? വാട്ടർ. നമ്മൾ കുടിക്കുന്ന വെള്ളം ആയിക്കോട്ടെ, ഏത് വെള്ളം ആയിക്കോട്ടെ, നമ്മൾ കാണുന്ന വെള്ളം മുഴുവനും നമ്മൾ എങ്ങനെ പണ്ട് മുതൽ പഠിച്ചേക്കുന്ന H2O. ദാറ്റ് മീൻസ് വാട്ടർ കണ്ടെയ്നിങ് 2 എലമെൻറ്റ്സ്, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഇതും കെമിക്കൽ എലമെൻറ്റ്സ് ആണ് അല്ലേ. പിന്നീട് നമ്മൾ കാണുന്ന നമ്മളുടെ ചുറ്റും നമ്മളെല്ലാം എടുക്കുന്ന പ്ലാസ്റ്റിക്സ് ആണ്. പ്ലാസ്റ്റിക്സ് ഓൾസോ ഒരു പ്ലാസ്റ്റിക് കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് തന്നെ പ്ലാസ്റ്റിക്സിൽ നമുക്ക് വരുന്നുണ്ട്. പോളിമർ കെമിസ്ട്രി എന്നൊരു ബ്രാഞ്ച് തന്നെയുണ്ട്. ബിക്കോസ് പ്ലാസ്റ്റിക്സ് നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മളുടെ ഒരു എൻവയറമെൻറ്റൽ ഹസാർഡിൽ പെടുന്ന ഒരാളാണ് പ്ലാസ്റ്റിക്സ്. ബിക്കോസ് ഇറ്റ് ഓൾ കണ്ടെയ്ൻസ് chemicals and which is very much the plastic ഒരു ബേൺ ചെയ്യുകയൊക്കെ ആണെങ്കിൽ ഇറ്റ് ഈസ് വെരി മച്ച് ഹാംഫുൾ ടു അവർ ഹെൽത്ത് ടു. അതുകൊണ്ട് പ്ലാസ്റ്റിക്സ് ഇതും കെമിക്കലിൻ്റെ ഒരു കണ്ടൻറ്റ് പ്ലാസ്റ്റിക്സിലുണ്ട്. പിന്നീടുള്ളത് നമ്മളുടെ ഈ ബിൽഡിങ്സും കാര്യങ്ങളും. ബിൽഡിങ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇപ്പം നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ റോഡ് കാണുന്നു, ടാർ ചെയ്തേക്കുന്ന കാണുന്നു, നമ്മൾ ബിൽഡിങ്സ് കാണുന്നു. ഇതിനകത്ത് എല്ലാത്തിലും കോൺക്രീറ്റ് ഉണ്ട്, സിമെൻ്റ് ഉണ്ട്, മോട്ടാറുണ്ട്, എല്ലാം ഉണ്ട്. ഇതെല്ലാം വരുന്നത് എന്തായിരിക്കും? കെമിക്കൽസാണ്. അത് മുഴുവനും കെമിക്കൽസ് ഇല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സാധനങ്ങൾ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ പണ്ടത്തെ കാലത്തെ പോലെ മഡിലൊക്കെ വെച്ചിട്ടാണ് നമ്മളുടെ കാര്യങ്ങളെല്ലാം നടന്നിരുന്നത്. കെമിക്കൽസ് കണ്ടുപിടിച്ച് തുടങ്ങിയപ്പോഴാണ് ഇതിനകത്ത് ഇത്രയും മാത്രം ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിരുന്നത് അല്ലേ. പണ്ടൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്നത് എല്ലാം മഡ് പോട്ട്സ്, മഡായിരുന്നു കൂടുതൽ. നമ്മൾ സാധനങ്ങളിലെല്ലാം കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നതൊക്കെ റോക്ക്, മിനറൽസ് എല്ലാം എന്തെടുത്താലും നമുക്കതിനകത്തൊരു കെമിക്കൽ എലമെൻറ്റിനെ കാണാൻ പറ്റും. ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളിപ്പോൾ ഇത്രയും നേരം നമ്മളുടെ സാധനങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ഹെൽത്ത് കെയറിൻ്റെ കാര്യം ഒന്ന് നോക്കാം. ഹെൽത്ത് കെയർ ആപ്ലിക്കേഷൻസ് ടുഡേ ഹാവ് എ വെറൈറ്റി ഓഫ് ഡ്രഗ്സ് ടു ടാക്കിൾ ദ ഡിസീസസ്. ദാറ്റ് മീൻസ് ഞാൻ പറഞ്ഞല്ലോ, ഒരു മെഡിക്കൽ ഷോപ്പിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ അതിൽ കാണുന്ന എല്ലാ മരുന്നുകളും എല്ലാ മെഡിസിൻസും ഇറ്റ് കണ്ടെയ്ൻസ് എ കെമിക്കൽ എലമെൻറ്റ്. 101% ഉറപ്പാണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു കെമിക്കൽ എലമെൻറ്റ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു കാര്യമാണ് നമുക്ക് ഹെൽത്ത് കെയറിൽ ഉപയോഗിക്കുന്ന 2 മെഡിസിൻസിനെ പറ്റി പറയാം. ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഈ മെഡിസിൻസിനെ കുറിച്ച് മെൻഷൻ ചെയ്തേക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ കുറേ തരത്തിലുള്ള മെഡിസിൻസ് നിങ്ങൾക്ക് പഠിക്കണം. പക്ഷേ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇപ്പോൾ ഇതിനകത്ത് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഫെർദർ എക്സാംസിനൊക്കെ ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് ഇത് രണ്ടും എടുത്തേക്കുന്നത്. That is for our cancer treatment. Cisplatin and Taxol. It's a very important medicine that is used for the cancer treatment. Cancer treatmentന് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഡിസിനാണ് Cisplatin and Taxol. മെയിനായിട്ട് അത് പഠിക്കേണ്ട ഒരു മെഡിസിൻ നെയിം തന്നെയാണ്. ബിക്കോസ് ഇറ്റ് ഈസ് മെൻഷൻഡ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്സ്. അതുകൊണ്ട് നമുക്കത് നോക്കാം. നെക്സ്റ്റ് AZT. AZT എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് അസിഡോതൈമിഡിൻ ഹെൽപ്സ് ദ എയ്ഡ്സ് വിക്ടിം ടു സർവൈവ്. എയ്ഡ്സിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെഡിസിനാണ് ദാറ്റ് ഈസ് അസിഡോതൈമിഡിൻ. ഈ മെഡിസിൻസ് പറയുന്ന പോലെ തന്നെ ഡ്രഗ്സ് എന്ന് പറയുന്നതിനകത്ത് കുറേ നമ്മളിപ്പോൾ ഇല്ലീഗലായിട്ടുള്ള ഡ്രഗ്സും ഉണ്ടാവും. ദേ ഓൾ ആർ കമ്മിങ് അണ്ടർ ദ കെമിക്കൽ. ചില കെമിക്കൽസ് നമുക്ക് നമ്മുടെ ബോഡിയിലേക്ക് എടുക്കാൻ പാടില്ല എന്നുള്ളത് നമ്മുടെ ഗവൺമെൻറ് അത് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളത് എടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ഗോയിങ് ടു വെരി ഹസാർഡസ് ടു അവർ ഹെൽത്ത്. ദാറ്റ് മീൻസ് പക്ഷേ ചില ട്രീറ്റ്മെൻറ്റിന് ചില ഇമ്പോർട്ടൻറ്റ് കെമിക്കൽസ് ഉപയോഗിച്ചേ പറ്റുള്ളൂ. അങ്ങനെയുള്ള കെമിക്കലാണ് ദാറ്റ് ഈസ് Cisplatin and Taxol for cancer treatment and AZT അസിഡോതൈമിഡിൻ helps the AIDS victim to survive. Very important because ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്, നിങ്ങളത് പഠിച്ചിരിക്കണം. നെക്സ്റ്റ് നമ്മളിപ്പോൾ വി ആർ സ്റ്റാർട്ടിങ് എ ഡേ വിത്ത് എ ടൂത്ത് പേസ്റ്റ് ആൻഡ് ബ്രഷ്. റൈറ്റ്,
ബ്രഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം പ്ലാസ്റ്റിക്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദെൻ ടൂത്ത് പേസ്റ്റിലെ മെയിൻ കണ്ടൻറ്റാണ് സോഡിയം, ഫ്ലൂറൈഡ്, ഇതെല്ലാം മെയിൻ കണ്ടൻസ് ആണ്. ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് നമ്മളൊരു കിച്ചണിൽ കയറി നമ്മൾ എന്തെങ്കിലും ഒന്ന് എടുക്കുക, നമ്മൾ കുക്ക് ചെയ്യുക, എന്ത് ചെയ്താലും വി യൂസ് ഓയിൽസ് ആൻഡ് LPG gases, that is liquefied petroleum gas. ആൻഡ് നമ്മൾ ഓയിൽസ് ഉപയോഗിക്കുന്നു. ഓയിലിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കെമിക്കൽസ് ഉണ്ട്. പലതരത്തിലുള്ള ഓയിൽസിൽ പലതരത്തിലുള്ള കെമിക്കൽസ് ആയിരിക്കും. ഹെയർ ഓയിലിനൊരു കെമിക്കൽ, നമ്മൾ ഉപയോഗിക്കുന്ന കുക്കിംഗ് ഓയിലിനൊരു കെമിക്കൽ, അങ്ങനെ പലതരത്തിലുണ്ട്. പിന്നെ നമ്മുടെ യൂസ് ചെയ്യുന്നത് യൂട്ടൻസിൽസ്, ദാറ്റ് ഈസ് അലൂമിനിയം യൂട്ടൻസിൽസ് ഉപയോഗിക്കും, അയേണിൻ്റെ ഉപയോഗിക്കും, പലതരത്തിലുള്ള എലമെൻസിൻ്റെ നമുക്ക് യൂട്ടൻസിൽസ് അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മളോട് പറയും അത് ടെഫ്ലോണിൻ്റെ ആണ്. ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന കിച്ചൺ യൂട്ടൻസിൽസും കമ്മിങ് അണ്ടർ ദ കെമിക്കൽസ്. ആൻഡ് നെക്സ്റ്റ് ഈസ് നമ്മുടെ വെഹിക്കിൾസിൽ നമ്മൾ ഏത് പാർട്ടിൽ തൊട്ടാലും അതിലെല്ലാം മെറ്റൽ പാർട്സ് ആയിരിക്കും. വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള പാർട്സ് ഉണ്ട് വെഹിക്കിൾസിന്. ദേ ഓൾ കണ്ടെയ്ൻ കെമിക്കൽസ്. ഇനി നമ്മൾ കഴിക്കുന്ന ഫുഡിലേക്ക് വരാം. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ സ്പൈസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മെയിൻ സ്പൈസാണ്, നമ്മുടെ വീട്ടിലെ മെയിൻ സ്പൈസിലാണ് പെപ്പർ എന്ന് പറയുന്നൊരു സാധനം ഉള്ളത്. പെപ്പറിലുള്ള മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് പിപ്പറിൻ എന്ന് പറയുന്നൊരു ആസിഡ് പെപ്പറിലുണ്ട്. അതാണ് നമുക്ക് ആ ഒരു പെപ്പറിൻ്റെ ഫ്ലേവർ നമുക്ക് തരുന്ന ആൾ. പിന്നെ കുറേ ആൾക്കാരുണ്ട് ഇതിനകത്ത്. പെപ്പർ മാത്രമല്ല, കാർഡമമിലുണ്ട്, സിനമണിലുണ്ട്, ക്ലോവ്സിലുണ്ട്, കുറേ എണ്ണത്തിലുണ്ട്. യുഗമോൾ എന്നൊക്കെ പറയുന്ന കുറേ തരത്തിലുള്ള ആസിഡ്സ് അതിനകത്തുണ്ട്. ഇപ്പം നിങ്ങൾക്ക് അതിന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട, അതുകൊണ്ട് നമുക്ക് എല്ലാം കൂടെ പറയണ്ട. നമുക്ക് ജസ്റ്റ് ഇതിനകത്ത് കുറേ ആസിഡ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ ഫ്രൂട്ട്സ്, ഇപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു, നമ്മുടെ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ലെമൺ, പിന്നെ ഓറഞ്ചസ്, ഇതിനകത്തൊക്കെ സിട്രസ് ഫ്രൂട്ട്സാന്ന് പറയും. സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻ സിട്രിക് ആസിഡ്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ വീട്ടിൽ നമ്മൾ പുളി ഉപയോഗിക്കും, ടാമറിൻഡ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനകത്തുള്ളൊരു ആസിഡ് നമുക്ക് ആ ടേസ്റ്റാണോ നമ്മൾ ഫ്രൂട്ട് ഉപയോഗിക്കുമ്പോൾ വരുന്ന? അല്ല, വേറൊരു ടേസ്റ്റാണ് വരുന്നത്. ബിക്കോസ് ഓഫ് ദ ആസിഡ് കണ്ടെയ്ൻ ഇൻ ദാറ്റ് ടാമറിനിൽ നമുക്ക് കിട്ടുന്ന ആസിഡാണ് ടാർട്ടാറിക് ആസിഡ്. അപ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് കൊടുക്കും. പിന്നെയുള്ളൊരു ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ വിനീഗർ നമ്മൾ ഉപയോഗിക്കുന്നത്, ഇറ്റ് കണ്ടെയ്ൻ അസറ്റിക് ആസിഡ്. ആ ടേസ്റ്റാണോ ഫ്രൂട്ട്സിന്? അല്ല. പിന്നെ നമ്മുടെ വീട്ടിൽ മിൽക്ക്, ആ ടേസ്റ്റാണോ മിൽക്കിന്? അല്ല, അതിനകത്തുള്ള ലാക്റ്റിക് ആസിഡ്. അങ്ങനെ പല ആസിഡ്സിന് പല ടേസ്റ്റ് നമുക്ക് തരാൻ പറ്റും. പിന്നീടുള്ളത് നമ്മുടെ വെജിറ്റബിൾസിൽ ഇതുപോലെ തന്നെ ധാരാളം ആസിഡ്സ് ഉണ്ട്. മാലിക് ആസിഡ്, ബെൻസോയിക് ആസിഡ്, ഇതൊക്കെയുണ്ട്. അതിനകത്ത് മെയിനായിട്ടുള്ള ഒരാളാണ് ജിഞ്ചറിൽ നമുക്ക് കിട്ടുന്ന ജിഞ്ചറോൾ എന്ന് പറഞ്ഞിട്ടൊരു എലമെൻറ്റ്, ഒരു ആസിഡ് ഉണ്ട്. ഇതെല്ലാം ഇതിനകത്ത് വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫുഡ് ഐറ്റംസിലും എന്തുണ്ടാവും? കെമിസ്ട്രിയുടെ ഒരു വലിയൊരു ഗിഫ്റ്റ് നമുക്ക് ഫുഡ് ഐറ്റംസിലും ഉണ്ട്. കുറേ കെമിക്കൽസ് നമുക്ക് ഫുഡ് ഐറ്റംസിൽ നിന്ന് നമുക്ക് ബോഡിയിലേക്ക് ഇൻടേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. So we can say that the knowledge of chemistry help us to manufacture so many new things, അല്ലേ? കുറേ കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫ്രം ദാറ്റ് തിങ്സ് വി ക്യാൻ മേക്ക് ഇലക്ട്രിക്കൽ, മാഗ്നറ്റിക്കൽ ആൻഡ് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ഉള്ള പല കാര്യങ്ങളും കിട്ടുന്നതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഒരു ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ എന്തോരം ഇലക്ട്രിക്കലിൻ്റെ കാര്യങ്ങൾ, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്താണെങ്കിൽ നിങ്ങൾക്ക് കുറേ ഒരു അപ്ലയൻസസ് ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു മാനുഫാക്ചർ ചെയ്ത് അതിനെ ഇലക്ട്രിക്കൽ ആക്കണമെങ്കിലോ, അതിനൊരു മാഗ്നറ്റിക് പവർ ഉണ്ടാക്കണമെങ്കിലോ, അതിനൊരു കണ്ടക്റ്റിംഗ് പവർ ഉണ്ടാക്കണം, എന്തിനും നമ്മളൊരു കണ്ടക്റ്റിംഗ് പോളിമേഴ്സ് ഉപയോഗിക്കും, സെമി കണ്ടക്റ്റിംഗ് ഡിവൈസസ് ഉപയോഗിക്കും. നമ്മൾ കുറച്ച് മുമ്പ് അതിനെപ്പറ്റി പറഞ്ഞു. സിലിക്കൺ ഈസ് എ വെരി ഇമ്പോർട്ടൻ്റ് എലമെൻറ്റ് ഇൻ ഓൾ കേസസ്. സൂപ്പർ കണ്ടക്റ്റിംഗ് സെറാമിക്സ് വരുന്നുണ്ട്. സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസിൽ എല്ലാം നമുക്കിത് ഈ കെമിസ്ട്രി ഇല്ലാതെ നമുക്കൊരു ഇലക്ട്രിക്കലോ മാഗ്നറ്റിക്കലോ ഒരു ഒപ്റ്റിക്കലോ അല്ലെങ്കിൽ ഒരു ഫുഡ് ഐറ്റംസോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഡെയിലി ലൈഫിൽ ഒന്നും നമുക്ക് കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ ഒരു കെമിക്കൽസിനെ ഒഴിവാക്കിയിട്ട് നമുക്കില്ല. നെക്സ്റ്റ് നമ്മളുടെ കോഫിയിൽ മെയിനായിട്ട് ഇറ്റ് റെഡ്യൂസസ് അവർ സ്ട്രെസ് ആൻഡ് കോഫി നമുക്ക് കുറച്ചും കൂടെ നമ്മളെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യും, നമ്മുടെ നെർവ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യും എന്നൊക്കെ നമുക്കറിയാം. ബിക്കോസ് ഓഫ് എ കെമിക്കൽ കോൾഡ് കെഫൈൻ എന്ന് പറയുന്ന ഒരാളാണ് അതിനകത്ത് മെയിനായിട്ട് നമുക്കൊരു സ്റ്റിമുലേറ്റിംഗ് പവർ തരുന്നത് തന്നെ കഫൈൻസ് ആണ്. സോ ഇറ്റ് ഈസ് ഓൾസോ കമ്മിങ് അണ്ടർ ദ കെമിസ്ട്രി. നെക്സ്റ്റ് നമുക്ക് ഇപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ പറയും നമ്മുടെ വീട്ടിൽ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഫോർ എക്സാമ്പിൾ നമ്മുടെ വീട്ടിൽ നമ്മളൊരു ഒണിയൻ എടുത്തു, ഒരു സവാള നമ്മൾ എടുത്തിട്ട് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും പറയും കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്, അല്ലേ? ഇതെങ്ങനെയാണ് ഈ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത്? ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് സൾഫർ പതുക്കെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ആ പറയുന്ന ഒണിയനിൽ നിന്ന് പതുക്കെ സൾഫർ പുറത്തേക്ക് വരും.
സൾഫർ ആ എയറിൽ ഒന്ന് ഓക്സിജനായിട്ടൊന്ന് റിയാക്ട് ചെയ്യും. അപ്പോൾ അതൊരു സൾഫർ ഓക്സൈഡ്. ആ സൾഫർ ഓക്സൈഡ് പതുക്കെ കണ്ണിലേക്ക്, ആ ഗ്യാസാണ് നമ്മൾ കാണുന്നില്ല, ഗ്യാസ് നമ്മുടെ കണ്ണിലേക്ക് എത്തുമ്പോൾ ആ കണ്ണിൻ്റെ ഉള്ളിലുള്ള വെള്ളം, നമുക്കൊരു ടിയറി ആണല്ലോ നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിൽ, ആ വെള്ളത്തിലേക്ക് ആ ഗ്യാസ് ചെല്ലും. അത് സൾഫ്യൂരിക് ആസിഡായിട്ട് മാറും. സൾഫ്യൂരിക് ആസിഡ് എവിടെയെങ്കിലും നമുക്ക് വീണാൽ നമുക്കൊരു ഇറിറ്റേഷൻ തോന്നും. അപ്പം നമ്മുടെ നെർവ്സ് ആ ഇറിറ്റേഷൻ ബ്രെയിനിന് കൊടുക്കുമ്പോഴാണ് ഇപ്പം നമുക്കൊരു ഫീലിങ്സ് വരുമല്ലോ, സാഡ് ഫീലിംഗ് വരുമ്പോൾ നമ്മുടെ കണ്ണിന് കിട്ടുന്ന, നമ്മുടെ നെർവിന് കിട്ടുന്ന ആ ഒരു ഇറിറ്റേഷൻ ഫീലിംഗ് ബ്രെയിൻ സെൽസിന് കിട്ടുന്ന ഇറിറ്റേറ്റഡ് ആയെന്നാണ്. അപ്പോൾ അത് കൊടുക്കുന്നതാണ് പ്രൊഡ്യൂസ് മോർ, ഇറ്റ് ഗീവ് എ കെമിക്കൽ മെസ്സഞ്ചർ ഇൻ അവർ ബോഡി, ഇറ്റ് ടെൽസ് അവർ ബോഡി ടു പ്രൊഡ്യൂസ് മോർ വാട്ടർ. ആ ഇറിറ്റേഷൻ മാറാൻ വേണ്ടി കണ്ണിനോട് കുറച്ചും കൂടെ വെള്ളം ഉണ്ടാക്കാൻ ബ്രെയിൻ സെൽസ് ആണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പറയും, അയ്യോ ഇത് അരിഞ്ഞപ്പോൾ എനിക്ക് കണ്ണീര് വരുന്നു. ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് കെമിക്കൽ. സൾഫറാണ് ആ ചെല്ലുന്നത്, സൾഫ്യൂരിക് ആസിഡാണ് കണ്ണിന് വരുന്നത്, കണ്ണിന് ഇറിറ്റേഷൻ ഉണ്ടാകുന്നു, അങ്ങനെയാണ് വെള്ളം വരുന്നത്. ഇതെല്ലാം നമ്മളുടെ മുമ്പിൽ കാണുന്നതാണ്. എവറിത്തിങ് അണ്ടർ ദ കെമിസ്ട്രി. നെക്സ്റ്റ് നമ്മൾ പറയും, ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ കാണാത്ത കുറേ കാര്യങ്ങളുണ്ട്, നമ്മുടെ ഫീലിങ്സ്. ഇപ്പോൾ നമുക്ക് ഫീലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഫീൽ സ്ലീപ്പി ഫീലിംഗ് അല്ലേ. നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ കുറേ നേരം വർക്ക് ചെയ്ത് കഴിയുമ്പോൾ വി ഫീൽ ടയേർഡ്, വി ഫീൽ സ്ലീപ്പി ഫീലിംഗ്. ബിക്കോസ് നമ്മളുടെ ശരീരത്തിലുണ്ടായ ഹോർമോൺ, നമ്മൾ കുറേ നേരം വർക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് ഫുഡ് കഴിക്കുമ്പോഴോ ഒക്കെ നമ്മുടെ ശരീരത്തിലൊരു ഹോർമോൺ പതുക്കെ വർക്ക് ചെയ്യും. ആ ഹോർമോണാണ് അഡിനോസിൻ. ഇറ്റ് മേക്സ് എ സ്ലീപ്പി എഫക്റ്റ് ടു അവർ ബോഡി. നമുക്ക് പതുക്കെ, അഡിനോസിൻ ഇസ് ഓൾസോ എ കെമിക്കൽ. ഇത് കെമിക്കൽ സ്ട്രക്ചർ ഓഫ് അഡിനോസിൻ ഇതാണ്. ഇറ്റ് പ്രൊഡ്യൂസസ് എ സ്ലീപ്പി ഫീലിംഗ് ടു അവർ ബോഡി. നെക്സ്റ്റ് ആളാണ് ഡോപ്പമൈൻ. ഡോപ്പമൈൻ ആണ് നമ്മുടെ ഫീലിങ്സ് ആയിട്ട് കണക്ട് ചെയ്തേക്കുന്ന ആൾ. ഡോപ്പമൈൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് എന്തൊരു കാര്യം, ഒരു ലവ് അല്ലെങ്കിൽ ഒരു അഫെക്ഷൻ ഒരു ആളോടോ ഒരു പെറ്റനോടോ ഒക്കെ നമുക്ക് തോന്നുന്നത് ബിക്കോസ് ഓഫ് ദ ഡോപ്പമൈൻ ഹോർമോൺ ഇൻ അവർ ബോഡി. ഡോപ്പമൈൻ ഹോർമോൺ ഓരോ ആൾക്കാർക്കും ഓരോ രീതിയിലായിരിക്കും ഓരോരുത്തരോട് കണക്ട് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് നമ്മൾ അവരെ കാണുമ്പോഴോ അവരുടെ സൗണ്ട് കേൾക്കുമ്പോഴോ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ബോഡി സ്റ്റിമുലേറ്റഡ് ആവുന്നത് ബിക്കോസ് ഓഫ് ദ ഡോപ്പമൈൻ ഹോർമോൺ കണക്റ്റഡ് വിത്ത് ദാറ്റ് പേഴ്സൺ അല്ലെങ്കിൽ ദാറ്റ് പെറ്റ്. എന്തായാലും അതും വരുന്നതും ഇറ്റ്സ് എ chemical messenger. Dopamine is a neurotransmitter. It works in the brain and it helps nerve cells send messages easily. ഇതാണ് ഡോപ്പമൈൻ. അടുത്തത് നമ്മുടെ എക്സ്പ്ലോസീവ്. നമ്മൾ ഒരു ഉത്സവത്തിന് പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ദീപാവലിയോ വിഷു ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പടക്കങ്ങൾ, ഇതിനകത്തെല്ലാം നമുക്കറിയാം പൊട്ടാഷ്യം നൈട്രേറ്റ്. ഇപ്പോൾ പൊട്ടാഷ്യം നൈട്രേറ്റ് ഒരു ഷോപ്പിൽ പോയിട്ട് ചോദിച്ചാൽ അവർ തരില്ല. ബിക്കോസ് എക്സ്പ്ലോസീവ്സ് ഉണ്ടാക്കാനായിട്ടുള്ള മെയിൻ എലമെൻറ്റ് potassium nitrate ആണ്. Potassium nitrate, it is also chemical element, so everything coming under the chemistry. Next one is CFS, chlorofluorocarbon. ക്ലോറോഫ്ലൂറോകാർബൺ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ഓസോൺ ലെയേഴ്സിന്, അത് പുറത്തേക്ക് വരുന്നതുകൊണ്ടാണ് ഓസോൺ ലെയർ ഡിപ്ലീറ്റഡ് ആവുന്നത്. ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് കുറേ കാര്യങ്ങൾ. ആ ചെയ്യുന്നതും ഇറ്റ് ഓൾസോ കമ്മിങ് അണ്ടർ ദ കെമിസ്ട്രി. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ കെമിസ്ട്രി ഓൺലി വി ക്യാൻ മേക്ക് anything that against the hazards to our environment or to our health. നമുക്ക് മോശമായിട്ട് വരുന്ന കാര്യങ്ങൾക്ക് നിർത്താൻ നമുക്ക് കെമിസ്ട്രിയുടെ ആവശ്യമുണ്ട്. ചില കെമിക്കൽ എലമെൻറ്റ്സ് കാരണം നമുക്ക് മോശം സംഭവിക്കാറുമുണ്ട്. അതിനൊരു എക്സാമ്പിളാണ് ശരിക്കും പറഞ്ഞാൽ CFS. എനിക്ക് തോന്നുന്നു നമുക്ക് ഇതോടുകൂടി നമ്മുടെ ഇമ്പോർട്ടൻസ് ഓഫ് കെമിസ്ട്രിയിലെ ഒരു വലിയ പോർഷൻ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇന്നത്തോടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ മുതൽ നമുക്ക് ഇതിൻ്റെ മെഷർമെൻറ്റ്സ്, പ്രോപ്പർട്ടീസ്, മാറ്റർ, ഇതിനെപ്പറ്റി സംസാരിക്കാം. ഓക്കെ, താങ്ക് യു.